അഭിലാഷ്, സമാനതകളില്ലാത്തൊരു രക്ഷാദൗത്യത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ്. തീർച്ചയായും അത് ഞാനിപ്പോ നിൽക്കുന്നത് താഴെ രണ്ടാമത്തെ JCBയുടെ സമീപത്താണ്. ആ JCB നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ എന്റെ തൊട്ടടുത്താണ് ഈ JCB. അതിന് മുകളിലായിട്ട് മറ്റൊരു JCB കൂടി മണ്ണെടുക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് വന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ ഒരു ജീവന്റെ തുടിപ്പുണ്ടാവുക എന്ന് പറയുന്നത് അഭൂതപൂർവമായ ഒന്നാണ്. ഇപ്പോഴും അത് മനുഷ്യന്റേതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ സ്ഥലം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യജീവൻ കഴിഞ്ഞ 4 ദിവസമായി കുടുങ്ങിക്കിടക്കുക എന്ന് വിശ്വസിക്കുക അവിശ്വസനീയമാണ്. ഞാനിപ്പോഴും അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ നമുക്ക് അത്ഭുതങ്ങളിൽ ആണല്ലോ എല്ലാം, മനുഷ്യരും അങ്ങനെ പ്രതീക്ഷകളിലാണല്ലോ ജീവിക്കുന്നത്. നോക്കുക, രണ്ട് യന്ത്രക്കൈകൾ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജീവശ്വാസത്തിന്റെ, അത് എന്തിൻ്റെത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. നേരത്തെ വിദഗ്ധർ പറഞ്ഞത് ഒരു പക്ഷേ തവളയുടെയോ പാമ്പിന്റെയോ ആകാം, എന്തെങ്കിലും ഒരു ജീവകണത്തിൻ്റെതാകാം എന്നൊരു സൂചനയേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സൂചനയും അവഗണിക്കേണ്ടതില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് നോക്കൂ, യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുള്ളത്. ലൈറ്റ് സജ്ജമാക്കാൻ വേണ്ടി NDRF പ്രവർത്തകർ പരിശ്രമിക്കുന്നതിന്റെ, ഈ സമയത്ത് ഈ തെരച്ചിലിന് വേണ്ടി ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ എന്റെ വലത് വെച്ച് ഞാൻ കൈകൊണ്ടുന്ന വശത്ത് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോ 2 JCBകൾ, 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടുത്തെ ഈ CSI പള്ളിയുടെ നേരെ മുമ്പിലുള്ള പ്രദേശത്ത്, അത് അവിടെ ഒരു നേരത്തെ രക്ഷാപ്രവർത്തകർ കല്ലിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി അടക്കം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഒരു ജീവനോ അതല്ലെങ്കിൽ മൃതശരീരമോ ഉള്ളതായി ഒരു സൂചന പോലുമില്ല എന്നുള്ളതായിരുന്നു നേരത്തെ ഈ രക്ഷാപ്രവർത്തകർ നൽകിയ സൂചന. പക്ഷേ ഈ പറഞ്ഞ 2 തവണയുള്ള ഗ്രീൻ സിഗ്നൽ ഉണ്ടല്ലോ, അതൊരു പ്രധാനപ്പെട്ട ഘടകമായി കണ്ട് എല്ലാ സംശയവും ദൂരീകരിക്കുന്നത് വരെ തെരച്ചിൽ തുടരും എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം കേരളത്തിൽ നിന്നുണ്ടാവുന്നു, സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാവുന്നു. അതനുസരിച്ചുള്ള തെരച്ചിൽ നടത്തുന്നു. ഇപ്പോൾ സൈന്യവും അതിന്റെ ഭാഗമാണ്. അങ്ങനെ സമ്പൂർണ്ണമായി ജീവന്റെ ഒരു തുടിപ്പ് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ തുടിപ്പിനെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിലുള്ള ഒരു വലിയ മിഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 JCBകൾ ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരുണ്ട്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്, നമ്മുടെ സേനാ അംഗങ്ങളുണ്ട്. അങ്ങനെ വളരെ ഊർജിതമായ നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്.